അപ്പോൾ തുടങ്ങാം. പുള്ളി അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് രണ്ടെണ്ണം അടിച്ച് സമാധാനമായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ന്യൂസ് അറിയുന്നത്. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ വന്നെ നോക്കും, തിരിച്ചടുക്കളയിൽ പോവും. ഞാൻ എഴുന്നേക്കുന്നുണ്ടോ നോക്കും, തിരിച്ചടുക്കളയിൽ പോവും. അങ്ങനെ നിൽക്കുകയാണ്. പലകയില്ല, ഷീറ്റും ഇല്ല, മുളയില്ല, ഒരു മാങ്ങാത്തൊലിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അവർ കാണുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രീസായിട്ട് അവിടെ ഒരു സെക്കൻഡ് നിൽക്കാം, ആ ഒരു സെക്കൻഡ് കൊണ്ട് മൊത്തം സാധനം വീണോളും. അതോടെ എൻ്റെ വെടി തീരുന്നത് കണ്ടുകൊണ്ട് മൊത്തം ഒരു സാഹസിക ജീവിതമായിരുന്നു. എൻ്റെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കലായിരുന്നു എൻ്റെ ചെറുപ്പകാലം മുഴുവൻ പരിപാടി. അപ്പോൾ തുടങ്ങാം. ഞാൻ മാസങ്ങൾ മാത്രം പ്രായമുള്ള സമയം. ആ സമയത്ത് എൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു ചെറിയ വീടാണ്. എൻ്റെ അപ്പനും അമ്മയൊക്കെ ജീവിതം തുടങ്ങിയിട്ടുള്ള സമയമാണ്. സാമ്പത്തികമായിട്ട് വലിയ ഭദ്രതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പഴയ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഫാക്ടറിയെ ഇങ്ങ് മേടിച്ചിട്ട് അതിനെ ഒരു ചെറിയ വീടൊക്കെ ആക്കി മാറ്റിയാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു കൊച്ചു ബിൽഡിങ്ങിലാണ് അന്ന് ഞങ്ങൾ വീടായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ജനിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നാൽ വീട് കുറച്ചും കൂടെ നന്നായിട്ട് പണിയാം എന്നൊരു തോന്നൽ ഇവർക്കുണ്ടാകുന്നു. അങ്ങനെ വീട് പൊളിച്ചു പണിയാൻ തീരുമാനിക്കുന്നു. അപ്പോൾ വീട് പൊളിച്ചു പണിയുന്ന സമയത്ത് ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനായിട്ടുള്ള വാടക കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ പണി നടക്കുന്ന സമയത്ത് ഈ പണിക്കാർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, പണി നടക്കുന്നുണ്ടോ നോക്കണം. അപ്പോൾ ഇങ്ങനെ നിറയെ കാര്യങ്ങളുള്ള സമയത്ത് വേറൊരിടത്ത് പോയി താമസിച്ച് കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രാ ഫൈനാൻഷ്യൽ ബർഡൻ ആണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടും കൂടി ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇവർ തീരുമാനിച്ചു. വീടിൻ്റെ ഒരു പോർഷൻ പൊളിച്ചു പണിയുന്നു. ഒരു ബെഡ്റൂം, ഒരു ടോയ്ലറ്റ്, ഒരു കിച്ചൺ, ഈ 3 സാധനങ്ങൾ മാത്രം ബാക്കി നിർത്തി ബാക്കിയെല്ലാം പൊളിച്ചു പണിയുന്നു. അവസാനം അതൊന്ന് പണിയൊന്ന് ഫിനിഷായി തട്ടെല്ലാം അടിച്ച് തീർന്നു വന്നു കഴിയുമ്പോൾ ഈ അവസാനത്തെ ഭാഗം പൊളിച്ചതിന് ശേഷം ഈടാക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാത്രം വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചാൽ മതിയല്ലോ എന്നുള്ള തീരുമാനത്തിൽ പണി നടക്കുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ എൻ്റെ അപ്പൻ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു. അമ്മ വീട്ടിലുണ്ട്. അമ്മ രാവിലെ പണിക്കാർക്കുള്ള ലഞ്ചൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10 മണിയോളമായി. അപ്പോൾ ആ സമയത്ത് ഞാൻ മാസങ്ങൾ മാത്രം പ്രായമുള്ള സമയമാണ്. ആ സമയമായപ്പോഴത്തേക്കും തട്ടടിയൊക്കെ ഏകദേശം തീരാറായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടുപോയിട്ട് ഒരു മുറിയിൽ കിടത്തിയിരിക്കുകയാണ്. കാരണം ബാക്കിയുള്ളതെല്ലാം പൊളിച്ചു കഴിഞ്ഞു. ഒരു മുറിയുടെ നിലത്ത് ഒരു ചെറിയ പായൊക്കെ വിരിച്ച് എന്നെ അതിനകത്ത് കിടത്തി ഉറക്കിയിട്ടാണ് അമ്മ അടുക്കളയിൽ നിൽക്കുന്നത്. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് വന്നെ നോക്കും, തിരിച്ചടുക്കളയിൽ പോവും. ഞാൻ എഴുന്നേക്കുന്നുണ്ടോ നോക്കും, തിരിച്ചടുക്കളയിൽ പോവും. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ടക്ക് 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 എന്നൊക്കെ ഒരു സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ ഈ സൗണ്ട് 2 പേരാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ 2 ഗ്രൂപ്പാണ് കേൾക്കുന്നത്. ഒന്ന് എൻ്റെ അമ്മ കേൾക്കുന്നു, 2 പുറത്ത് ഇരിക്കുന്ന പണിക്കാർ കേൾക്കുന്നു. അവരപ്പം 10 മണിയുടെ ചായ കുടിക്കാൻ വേണ്ടി ബ്രേക്കിനായിട്ട് ഇറങ്ങിയ സമയത്താണ് ഈ ഒച്ച കേൾക്കുന്നത്. അപ്പോൾ ഒച്ച കേട്ടോടനെ എൻ്റെ അമ്മ ഓടി ആദ്യം തന്നെ വരുന്നത് ഞാൻ കിടക്കുന്ന മുറിയിലേക്കാണ്. ആ മുറിയിലേക്ക് വന്ന് ഞാൻ സേഫ് ആണോ എന്ന് നോക്കുമ്പോഴാണ് പണി പാളിയ കാര്യം മനസ്സിലാകുന്നത്. കാരണം ഞാൻ കിടക്കുന്ന മുറിയിൽ ഈ തട്ടടിക്കാൻ വേണ്ടി നിറയെ മുളയൊക്കെ ഇങ്ങനെ നാട്ടി വെച്ചിട്ടുണ്ടല്ലോ. പതുക്കെ ഓരോരോ മുളകളായിട്ട് ഇങ്ങനെ ഒടിയാനൊക്കെ തുടങ്ങുന്നു. അതിൻ്റെ ബലം ഇങ്ങനെ കുറഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ ഒടിയാനും പൊടിയാനും മുകളിൽ നിന്ന് അപ്പോൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈ പലകയുടെ പീസ്, ഷീറ്റ്, ഇതുപോലത്തെ സാധനമൊക്കെ ഇങ്ങനെ പതുക്കെ താഴേക്ക് ഇങ്ങനെ വീഴുന്നതിന് വേണ്ടി ഇങ്ങനെ ആടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും വലിയ താമസമൊന്നുമില്ല, ഉടനെ തന്നെ താഴെ വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പുള്ളിക്കാരി നോക്കുമ്പോൾ ഞാൻ അകത്ത് കിടക്കുകയാണ്. എൻ്റെ ലൈഫ് ഏതായാലും റിസ്ക്കിലാണ്. പുള്ളിക്കാരി എന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടി അകത്ത് കയറി കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ലൈഫും റിസ്ക്കിലായിട്ട് മാറും. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രീസായിട്ട് അവിടെ ഒരു സെക്കൻഡ് നിൽക്കാം, ആ ഒരു സെക്കൻഡ് കൊണ്ട് മൊത്തം സാധനം വീണോളും. അതോടെ എൻ്റെ വെടി തീരുന്നത് കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ കൂടുതലായിട്ടൊന്നും പുള്ളിക്കാരി ആലോചിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രക്ഷപ്പെടുകയാണെങ്കിൽ 2 പേരും രക്ഷപ്പെടട്ടെ, അല്ല മരിക്കുകയാണെങ്കിൽ 2 പേരും മരിക്കട്ടെ. ഇനി അഥവാ ഒരാളാണ് രക്ഷപ്പെടുന്നതെങ്കിൽ എൻ്റെ ജീവൻ പോയാലും എൻ്റെ മകൻ രക്ഷപ്പെടട്ടെ എന്നും പറഞ്ഞ് പുള്ളിക്കാരി ചാടി അകത്തേക്ക് കയറുന്നു. നിലത്ത് കിടന്നുറങ്ങുന്ന എൻ്റെ മുകളിലേക്ക് പുള്ളിക്കാരി ഈ ആന കളിക്കാൻ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നു. അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ബാക്കി പലകളും പെട്ടെന്ന് തന്നെ പൊട്ടുകയും ഈ സാധനങ്ങൾ മുഴുവൻ താഴേക്ക് വീഴുകയും ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഗ്രൂപ്പ് പണിക്കാർ പുറത്തിരുന്ന് ഈ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഓടി അകത്തേക്ക് കയറി. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ ഇവർക്ക് എവിടുന്നാണ് കൃത്യം ഈ സൗണ്ട് വരുന്നതെന്ന് അറിയില്ല. ഇവർ ഓരോ മുറിയിലും പലയിടങ്ങളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി നോക്കി അവസാനം ഈ മുറിയിലേക്ക് വന്നു കഴിയുമ്പോൾ തലേദിവസം വരെ അവർ കഷ്ടപ്പെട്ട് പണിഞ്ഞു വെച്ചിരുന്ന തട്ടടിച്ച സാധനങ്ങളൊന്നും കാണാനില്ല. പലകയില്ല, ഷീറ്റുമില്ല, മുളയില്ല, ഒരു മാങ്ങാത്തൊലിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അവർ കാണുന്നത്. അവരുടെ മുമ്പിൽ ആ കിടക്കുന്ന ഈ സാധനങ്ങളുടെ എല്ലാം കൂടി ഒരു കൂമ്പാരമാണ്. അതിൻ്റെ അകത്ത് നിന്ന് എവിടുന്നോ ഒരു ചെറിയ ഞരക്കവും കേൾക്കുന്നുണ്ട്. അപ്പം തന്നെ ഇവർ വന്നേച്ച് സാധനങ്ങൾ എടുത്ത് മാറ്റാം, അതിനകത്ത് ആളുണ്ട് എന്നെല്ലാം പറഞ്ഞ് പെട്ടെന്ന് സാധനമെല്ലാം എടുത്ത് മാറുമ്പോഴത്തേക്കും എൻ്റെ അമ്മ എങ്ങനെ കിടന്നോ അതേപോലെ തന്നെ പുള്ളിക്കാരി കിടക്കുകയാണ്. പുള്ളിക്കാരിയുടെ മുകളിലേക്കാണ് ഈ സാധനങ്ങൾ മുഴുവൻ വീണത്. പുള്ളിക്കാരുടെ നടുവിനും തലയ്ക്കും എല്ലാം ഈ പലകയെല്ലാം വന്ന് വീഴുകയാണ് ചെയ്തത്. അതോടെ പുള്ളിക്കാരുടെ ബോധവും പോയി. പെട്ടെന്ന് തന്നെ അവർ, പഴയ കാലമാണ്, വണ്ടിയൊന്നും പെട്ടെന്ന് കിട്ടുകയില്ല, പക്ഷേ അവർ എവിടുന്നോ പെട്ടെന്നൊരു വണ്ടിയെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് പുള്ളിക്കാരിയെ പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിനടിയിൽ ഒരു കുഴപ്പമില്ലാതെ സേഫായിട്ട് ഞാൻ അവിടെ കിടപ്പുണ്ട്. എന്നെ എടുത്തുകൊണ്ട് പോയി പെട്ടെന്ന് തന്നെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ സമയത്ത് ചെന്നു, ചികിത്സ എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ വലിയ റിസ്ക് ആയിരുന്നു. കാരണം ഈ വലിയ പലകയൊക്കെ തലയ്ക്കൊക്കെയാണ് വന്ന് ഇടിക്കുകയൊക്കെ ചെയ്തത്. ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ആശുപത്രിയിൽ നിന്ന് പറയുന്നു. പുള്ളി അപ്പോൾ ഒരു ഫ്രീലാൻസറായിട്ട് ജോലി ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പുള്ളി കൃത്യമായിട്ട് എങ്ങോട്ടാണ് പോയതെന്ന് അറിയാത്തത് കൊണ്ട് പുള്ളിയെ ലൊക്കേറ്റ് ചെയ്യാൻ വെച്ച് സമയം എടുത്തു. ഏതായാലും ലൊക്കേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം സമയമൊക്കെ ആയി. ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളി ഇടയ്ക്ക് 2 അടിക്കുന്ന കാലമാണ്. പുള്ളി അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് 2
അടിച്ച് സമാധാനമായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ന്യൂസ് അറിയുന്നത്. പുള്ളി ഓട്ടനെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വരുന്നു. ആശുപത്രിയിലേക്ക് വരുമ്പോൾ പ്രിയ പത്നി ഇവിടെ തലയും നടുവെല്ലാം പൊട്ടി കിടപ്പുണ്ട്. 5-6 മാസം പ്രായമുള്ള മകൻ സേഫായിട്ട് ആ സൈഡിലും ഇരിപ്പുണ്ട്. പുള്ളിക്ക് ഓൾറെഡി ഒരു വിഷമം, അതിൻ്റെ പുറത്ത് ഈ 2 അടിച്ചതിൻ്റെ വിഷമവും കൂടെ കൂടിയിട്ട് പുള്ളിയുടെ കണ്ണൊക്കെ നനഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ ഏതായാലും എൻ്റെ വീട് മൊത്തം ഇനി വാർക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. കാരണം ഇതിനു മുമ്പ് അതൊരു തളർന്ന ഷീറ്റായിരുന്നു ഇതിന് റൂഫിംഗ് ആയിട്ട് ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്യാം, ബാക്കിയൊക്കെ ഓടിടാം എന്നൊക്കെയുള്ള ഒരു പ്ലാനിലായിരുന്നു കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. ഈ ഒരു സംഭവം കണ്ടോടെ പുള്ളി ആകെ പേടിച്ചു പോയി. അങ്ങനെ എൻ്റെ അന്നത്തെ ആ വീടിന് മൊത്തത്തിൽ കോൺക്രീറ്റ് സ്ലാബ് വരാനുള്ള റീസൺ ആയിരുന്നു ഈ സംഭവം എന്ന് പറയുന്നത്. ആ വീട് പിന്നീടും പൊളിച്ചു പണിഞ്ഞു. എന്നിട്ടും ആ വീട് മൊത്തത്തിൽ ഇടിച്ചു പൊളിച്ചിട്ട് രണ്ടാമത് പണിയാനോ അല്ലെ ആ സ്ഥലം വിറ്റ് വേറെ എങ്ങോട്ടെങ്കിലും പോകാനോ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സ് വന്നില്ല. ഞാൻ വളർന്നു വരുന്ന കാലത്ത് ഈ കഥ ഞാൻ പലയിടത്തുനിന്നും കേട്ടാണ് വളർന്നത്. അമ്മ എന്നെ എങ്ങനെ രക്ഷപ്പെടുത്തി എന്നുള്ള കഥ. അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഈ കഥ പറഞ്ഞു തന്നിരുന്ന ഒരാൾ എന്ന് പറയുന്ന അന്നത്തെ അവിടെ കോൺട്രാക്ടറായിട്ട് വന്നിരുന്ന ഒരാളാണ്. പുള്ളി തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് താമസിച്ച് പണിയൊക്കെ എടുത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ പേര് കുമാർ എന്നാണ്. അപ്പോൾ ഒരു തമിഴൊക്കെ കലർന്ന രീതിയിൽ മലയാളമാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എന്നെ ചെറുപ്പത്തിൽ ഏത് സമയത്ത് കണ്ടാലും പുള്ളി ചെറുതായിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ട് പുള്ളി പറയും, അമ്മ കടവുൾ മാതിരി, അമ്മയുടെ ഉയിര് കൊടുക്കാൻ തുടങ്ങി, അപ്പടി കാപ്പാത്തിയതാ ഉങ്ങളെ എന്നൊക്കെ പറഞ്ഞ് മലയാളവും തമിഴും ഒക്കെ മിക്സ് ചെയ്ത് പുള്ളി ചെറുതായിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് ഈ കഥ എന്നെ പല പ്രാവശ്യം പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാരുടെയും അന്ന് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന പണിക്കാരുടെയും എല്ലാം ഈ കഥയുടെ ഒരുപാട് ആവർത്തനം കേട്ടാണ് ഞാൻ വളർന്നു വന്നത്. ഇപ്പം ചിരിച്ചുകൊണ്ടൊക്കെ പറയുമെങ്കിലും അന്ന് പുള്ളിക്കാരി ആ ഒരു സെക്കൻഡിൽ ആ ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പുള്ളിക്കാരിക്ക് അപ്പം തോന്നിയില്ലായിരുന്നെങ്കിൽ, അതിനുള്ള ധൈര്യം പുള്ളിക്കാരി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനും ഉണ്ടായില്ല, ഈ യൂട്യൂബ് ചാനലും ഉണ്ടായില്ല, ഈ കഥയും ഉണ്ടായില്ലായിരുന്നു. പഴയ കുമാർ പറയുന്ന പോലെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ എൻ്റെ അമ്മ സ്വന്തം ജീവൻ കളയാൻ പോലും തയ്യാറായതാണ്. എന്തായാലും എൻ്റെ ജീവൻ രക്ഷിക്കാൻ അമ്മയുടെ ഒരു പാർട്ട് ഇതാണെങ്കിൽ, ഇതേപോലെ തന്നെ മറ്റൊരവസരത്തിൽ അപ്പനും എൻ്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. മൊത്തം ഒരു സാഹസിക ജീവിതമായിരുന്നു. എൻ്റെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കലായിരുന്നു എൻ്റെ ചെറുപ്പകാലം മുഴുവൻ പരിപാടി. അപ്പോൾ എൻ്റെ ഫാദർ എങ്ങനെയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്, ആ സംഭവം എവിടെയാണ് ഉണ്ടായത്, ആ ടൈപ്പ് ഡീറ്റെയിൽസ് ഒക്കെ ഇനി ഞാൻ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. സോ ടിൽ വി മീറ്റ് അഗെയിൻ, ദിസ് ഈസ് യുവർ നെയ്ബർ മല്ലു RJ ഷെറിൻ, സൈനിങ് ഓഫ്.